ഹലോ, നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഈ എനർജി മീറ്ററിൽ ഈ കാണുന്ന പോലുള്ളൊരു സിമ്പൽ കാണുന്നുണ്ടോ? അങ്ങനെ ഇത് കാണുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമുണ്ടാക്കും. കൂടാതെ നമ്മുടെ വൈദ്യുതി ചാർജ് വളരെയധികം കൂട്ടുകയും ചെയ്യും. അങ്ങനെ ഉണ്ടായ ഒരു വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങളിത് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈ മീറ്ററിൽ വളരെ വ്യക്തമായിട്ട് ആ എർത്ത് സിമ്പൽ കാണിക്കുന്നുണ്ട്. ഇതാ ഈ കാണുന്നതാണ് അതിൻ്റെ എർത്ത് സിമ്പലാണിത്. ഇത് സാധാരണ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ സിമ്പൽ ഇവിടെ വരാൻ പാടില്ല. പക്ഷേ ഇത് ഫുൾ ടൈം, അതായത് കറണ്ടുള്ള സമയം മുഴുവൻ ഈ സിമ്പൽ ഇതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്നത് ഇതിൽ എർത്ത് ലീക്കേജ് ഉണ്ട്, അതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ RCCB ട്രിപ്പ് ആകുന്നില്ല. പക്ഷേ RCCBക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല, നല്ല രീതിയിൽ തന്നെ അത് പ്രവർത്തിക്കുന്നുമുണ്ട്. ഈ മീറ്റർ ബോർഡും DBയും തമ്മിൽ ഏകദേശം 8 മീറ്ററോളം ദൂരം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കട്ടൗട്ട് ഫീസും ഐസൊലേറ്ററും മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ RCCB രണ്ടും ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ കാണുന്ന RCCB പവർ ലൈനുമാണ്, ഈ കാണുന്നത് ഇൻവെർട്ടർ ലൈനുള്ള RCCB ആണ്. ഇപ്പോൾ രണ്ടും ഓഫാണ്. ഇനി ഇതിൽ കാണിക്കുന്ന റീഡിംഗ് എത്രയെന്ന് നോക്കാം. ഇപ്പോഴും ആ എർത്ത് സിമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇത് മീറ്ററിനും DBക്കും ഇടയ്ക്കാണ് ആ ലീക്കേജ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് RCCB ട്രിപ്പാകാത്തത്. കാരണം RCCB ഇരിക്കുന്നത് DBയിലാണ്. അതേസമയം ആ RCCB മീറ്റർ ബോർഡിലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും RCCB ട്രിപ്പാകുമായിരുന്നു. പക്ഷേ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. ഇതാ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 0.02 കിലോ വാട്ട്സ് ആണ്, അതായത് 20 വാട്ട്സ് പവറാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഫേസും എർത്തും തമ്മിലാണ് ലീക്കേജ് വന്നിരിക്കുന്നത്. ഈ കട്ടൗട്ടിൽ നിന്ന് വരുന്ന ഫേസ് ഔട്ടിലാണ് ഈ മീറ്റർ ക്ലാമ്പ് ചെയ്യുന്നത്. ഇത് 400 മില്ലി ആംപിയർ റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ കാണിക്കുന്നത് 103.8, അതായത് 104 മില്ലി ആംപിയർ കറണ്ട് ഇവിടെ ലീക്കേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കറണ്ടുള്ള സമയം മുഴുവൻ വരും. ഇത് മീറ്ററിൻ്റെയും DBയുടെയും ഇടയ്ക്കുള്ള വയറിൻ്റെ പ്രശ്നമാണിത്. ഇത്രയും കറണ്ട് എർത്തായി പോകുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ഈ ഇരിക്കുന്ന മീറ്ററിൽ റീഡിംഗ് ആവും. അങ്ങനെ വൈദ്യുതി ചാർജ് വളരെയധികം കൂടും. ഇനി ഇതിൽ ടെസ്റ്റ് ചെയ്യാവുന്ന മറ്റൊരു സംവിധാനമുണ്ട്. അത് സാധാരണക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല. എങ്കിലും അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും അത് ഒന്നുകൂടി ഇതിൽ കാണിക്കുകയാണ്. ഈ മീറ്ററിൽ ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും കാണിക്കും. ഇപ്പോൾ വരുന്നത് ഫേസ് ആംപിയർ ആണ്, അതായത് 0.1 എന്ന് പറയുമ്പോൾ 100 മില്ലി ആംപിയർ ആണ്. ഇനി അത് ന്യൂട്രൽ കറണ്ട് കാണിക്കും, അതാണ് AN എന്ന് വരുന്നത്. ഇതിൽ കാണിക്കുന്നത് 0 ആണ്, അതായത് ഫേസിലൂടെ പോകുന്ന കറണ്ട് തിരിച്ച് ന്യൂട്രലിൽ എത്തുന്നില്ല. അതുകൊണ്ടാണ് ഈ ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും തമ്മിൽ ഈ ഒരു വ്യത്യാസം കാണിക്കുന്നത്. അത് ആ രീതിയിൽ നോക്കിയാലും നമുക്കിതിൽ ലീക്കേജ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 24 വാട്ട്സ് ആണ് ലീക്കേജ് ആയിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 24 വാട്ട്സ് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ 41 മണിക്കൂർ കൊണ്ട് 1 യൂണിറ്റ് കറണ്ട് എടുക്കുന്നു ഇത്. അപ്പോൾ അങ്ങനെ ഒരു മാസം 17 യൂണിറ്റ് കറണ്ടാണ് ഈ രീതിയിൽ എർത്തായി പോകുന്നത്. ഒരു മാസം വേസ്റ്റായി പോകുന്ന ഈ കറണ്ട് 17 യൂണിറ്റാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് 2 മാസമാണ്. അപ്പോൾ 34 യൂണിറ്റാണ് ഇതേപോലെ ഫേസിൽ നിന്നും എർത്തിലേക്ക് പോകുന്നത്. ഇത് ഈ മീറ്ററിൽ റീഡിംഗ് കാണിക്കുകയും ചെയ്യും. എന്നാൽ ആ വൈദ്യുതി കൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവുമില്ല, അത് വെറുതെ പാഴായി പോവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ മീറ്ററിൽ എർത്ത് സിമ്പിൾ കാണിക്കുന്നുവെങ്കിൽ അത് വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. അതല്ലെങ്കിൽ അത് പിന്നീട് ഈ പറഞ്ഞ പോലെ വൈദ്യുതി ബിൽ വളരെയധികം കൂട്ടുകയും ചെയ്യും. കൂടാതെ ഇത് വയറിൻ്റെ ഇൻസുലേഷൻ വീക്കാവും. അതേപോലെ തന്നെ ഒരുപക്ഷെ അത് ഷോർട്ട് സർക്യൂട്ട് ആകാം. അതല്ലെങ്കിൽ കൂടുതൽ കറണ്ട് വന്ന് ഇൻസുലേഷൻ ഉരുകി വയറിങ് തീപിടിക്കുവാനുമുള്ള സാധ്യതയുള്ളതാണ്. ഇതേപോലെ എർത്ത് സിമ്പിൾ കാണിക്കുന്നു എങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ആ പ്രശ്നം പരിഹരിക്കണം. അപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നം ഈ മീറ്റർ ബോർഡിൽ നിന്ന് DBയിലേക്ക് പോയ വയറിൻ്റെ പ്രോബ്ലമായിരുന്നു. അത് നമ്മൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഇൻസുലേഷൻ വളരെ വീക്കായിരുന്നു. ഇപ്പോൾ ഈ കാണിക്കുന്നത് നേരത്തെ 104 മില്ലി ആംപിയർ കാണിച്ച ഭാഗത്താണ് ഇപ്പോൾ 0.5 മില്ലി ആംപിയർ കാണിക്കുന്നത്. ഇപ്പോഴും RCCB രണ്ടും ഓഫ് ചെയ്ത് തന്നെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ മീറ്റർ നോക്കാം, അതിൽ ആ എർത്ത് സിമ്പിൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് കറണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ ഈ മീറ്ററിൽ എർത്ത് സിമ്പിൾ കാണിക്കും. പ്രത്യേകം ഓർക്കുക, ഇതേപോലുള്ള ഡിസ്പ്ലേ ഉള്ള മീറ്ററുകളിൽ മാത്രമേ ഈ രീതിയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എന്നാൽ ചില മീറ്ററുകളിൽ എർത്ത് എന്ന് പറഞ്ഞൊരു LED ഇൻഡിക്കേറ്റർ ആയിരിക്കും കാണിക്കുക. അതും ഈ പറയുന്ന പോലെ എർത്ത് ലീക്കേജ് ഉണ്ടായാൽ കത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഫേസും ന്യൂട്രലും കറണ്ട് തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നോക്കാൻ പറ്റും. ഇപ്പോൾ ഫേസിലെ ആംപിയർ 0 ആണ് കാണിക്കുന്നത്, ന്യൂട്രലും 0. കാരണം ലൈൻ RCCB എല്ലാം ഡിസ്കണക്റ്റ് ആണ്, ലോഡുകളൊന്നും തന്നെ കണക്ട് ചെയ്തിരിക്കുന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ അതിൽ കണ്ടത്
104 മില്ലി ആംപിയർ ആയിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.